പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളിന്ന് +1 തുല്യതയുടെ മലയാളം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ആദ്യത്തെ ചോദ്യം, സന്താനഗോപാലം പാനയുടെ കർത്താവാര്? സന്താനഗോപാലം പാന പൂന്താനത്തിൻ്റെ കൃതിയാണ് സന്താനഗോപാലം പാന. അതുമാത്രമല്ല, ജ്ഞാനപ്പാനയും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ബഷീറിൻ്റെ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്, അനുകമ്പാ ദശകം, ശ്രീ ഭഗവതി. ബഷീറിൻ്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. അനുകമ്പാ ദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ്. ശ്രീ ഭഗവതി ഗീതാഹിരണ്യൻ്റെ ചെറുകഥയുമാണ്. കിളിക്കൊഞ്ചൽ എന്ന കവിത എഴുതിയതാര്? കിളിക്കൊഞ്ചൽ എന്ന കവിത എഴുതിയതാരെന്നാണ് ചോദ്യം. വള്ളത്തോൾ നാരായണമേനോനാണ് കിളിക്കൊഞ്ചൽ എന്ന കവിത എഴുതിയത്. അതേസമയം കിളിക്കൊഞ്ചൽ എന്ന ലേഖനം എഴുതിയത് എം ലീലാവതിയാണ്. സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന കവി ആര്? കുമാരനാശാൻ. സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. തണലുകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ ആശങ്കകൾ അവതരിപ്പിക്കുന്ന ടി വി കൊച്ചുബാവയുടെ നോവൽ ഏത്? ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനമാണ് ഈ നോവൽ. ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്നത് വൃദ്ധസദനം എന്ന നോവലിലെ ഒരു അധ്യായത്തിൻ്റെ പേരാണ്. ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യ നോവൽ. ഒരു ആഫ്രിക്കൻ യാത്ര ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയയുടെ കൃതിയാണ്. ഇതൊരു സഞ്ചാര സാഹിത്യ കൃതിയാണ്, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണ കൃതിയാണെന്ന് പറയാം. ദുര്യോധനനും സഹോദരന്മാർക്കും അമളി സംഭവിച്ചത് എപ്പോഴാണ്? ഇന്ദ്രപ്രസ്ഥം കാണാനെത്തിയപ്പോഴാണ് ദുര്യോധനനും സഹോദരന്മാർക്കും അമളി സംഭവിച്ചത്. വീരാളി പട്ടുമുരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. ഈ വരികൾ പറയുന്ന വീരനാരാണ്? ദുര്യോധനനാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളലേതാണ് ഈ വരികൾ. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാരുടെ വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഈ ചെറുകഥയിലെ കേന്ദ്ര കഥാപാത്രം ഇക്കണ്ടക്കുറുപ്പാണ്. അദ്ദേഹം ഒരു കള്ളനായിരുന്നു. ചിരിയും ചിന്തയും ആരുടെ കൃതിയാണ്? ഇ വി കൃഷ്ണപിള്ളയുടെ കൃതിയാണ് ചിരിയും ചിന്തയും. കേരളീയ നവോത്ഥാനത്തിൻ്റെ രാജശില്പി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ രാജശില്പി. അശ്രുവാൽ കടൽ തീർത്ത ആദിമ കവിയാര്? വാൽമീകിയാണ് അശ്രുവാൽ കടൽ തീർത്ത ആദിമ കവി. കൊഞ്ചലിൻ്റെ രാജകുമാരി ആര്? ശ്രീഭഗവതി എന്ന കഥയിലെ മകളെയാണ് കൊഞ്ചലിൻ്റെ രാജകുമാരി എന്ന് വിളിക്കുന്നത്. താഴെ പറയുന്നവയിൽ ജീവചരിത്ര കൃതി ഏത്? അഗ്നിച്ചിറകുകൾ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനമാണ് ജീവചരിത്രകൃതി. ഇത് പ്രൊഫസർ എം കെ സാനുവാണ് എഴുതിയത്. ചിലപ്പതികാരം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഇളങ്കോ അടികളാണ് ചിലപ്പതികാരം എന്ന തമിഴ് മഹാകാവ്യം എഴുതിയത്. ഇതൊരു സംഘകാല സാഹിത്യത്തിലെ രചനയാണ്. നീയാ എൻ്റെ ശ്രീ ഭഗവതി, ചെല്ല് നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീ ഭഗവതി എന്ന ചെറുകഥയിലെ ഭർത്താവിൻ്റെ വാക്കുകളാണ് ഇവ. എത്രയുണ്ടായാലും മനസ്സിന് തൃപ്തി പോരാത്തത് എന്താണ്? എത്രയുണ്ടായാലും മനസ്സിന് തൃപ്തി പോരാത്തത് ധനമാണ്. ആഫ്രിക്കയിലെ സമുദ്രതീര വിനോദ സഞ്ചാര കേന്ദ്രം ഏത്? ഷെപ്സ്റ്റോൺ. ഷെപ്സ്റ്റോൺ ആണ് ആഫ്രിക്കയിലെ
സമുദ്രതീര വിനോദ സഞ്ചാര കേന്ദ്രം. വാൽമീകി രാമായണത്തെ ഉപജീവിച്ച് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത ഏത്? ഉജ്ജ്വല മുഹൂർത്തമാണ് ഈ കവിത. വാൽമീകി രാമായണത്തെ അവലംബമാക്കിയാണ് വൈലോപ്പിള്ളി ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിത എഴുതിയത്. വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരും സീതയും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നതും അവിടെ വെച്ചുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഈ കവിതയിൽ പറയുന്നത്. കള്ളൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ കഥ എഴുതിയത് ആര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാരാണ്. കഥയുടെ പേര് വാസന വികൃതി. അടുത്ത ചോദ്യം നോക്കാം. ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രി ആരാണ്? സീതയാണ് ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രി. സഭാപ്രവേശം ഏത് വിഭാഗം ഓട്ടംതുള്ളലാണ്? പറയൻ തുള്ളലാണ്. സഭാപ്രവേശം കുഞ്ചൻ നമ്പ്യാരുടെ രചനയാണ്. ഇതൊരു പറയൻ തുള്ളലാണ്. നീലക്കുയിലെ നിരാശയാൽ നീറും മനസ്സുമായി നീ മറഞ്ഞു. ഇത് ആരുടെ വരികളാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യയെ തുടർന്ന് ചങ്ങമ്പുഴ എഴുതിയ തകർന്ന മുരളി എന്ന കവിതയിലേതാണ് ഈ വരികൾ. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. യാത്ര എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? മരണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന പാഠഭാഗത്തിലെ വാക്യങ്ങളാണ്. നെടുമോഹ നിദ്രവിട്ടുണരുക ഞാൻ സഖി. ഇവിടെ സഖി എന്ന് പരാമർശിക്കുന്നത് ആരെയാണ്? മാധവിയെയാണ്. കുമാരനാശാന്റെ ലീല എന്ന കൃതിയിലെ തോഴിയാണ് മാധവി. നെടുമോഹ നിദ്രവിട്ടുണരുക ഞാൻ സഖി. ഇവിടുത്തെ സഖി ആരാണ്? മാധവിയാണ് സഖി. എല്ലാം കൂടി എനിക്കിവിടെ ഇരിപ്പാൻ തരമില്ലെന്ന് തോന്നി. കള്ളൻ എങ്ങോട്ടാണ് യാത്ര തിരിച്ചത്? മദിരാശിയിലേക്കാണ് കള്ളൻ യാത്ര തിരിച്ചത്. നിങ്ങൾക്ക് പിരിലൂസായി പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? വൃദ്ധസദനം എന്ന നോവലിലെ സാറയുടെ വാക്കുകളാണ്. ദീർഘമാം തപസ്സിനാൽ നേടിയ കരുത്തുണ്ട്. ആർക്കാണ് ഈ കരുത്തുള്ളത്? അനസൂയക്കാണ് ഈ കരുത്തുള്ളത്. വന്ന തുടങ്ങായി ക്ഷീണായി എന്നാ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരണേ? ആരുടെ വാക്കുകൾ? ശ്രീ ഭഗവതി എന്ന ചെറുകഥയിലെ ഭാര്യയുടെ വാക്കുകളാണ്. ദൈവദശകം എന്ന കൃതി എഴുതിയത് ആര്? ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകത്തിന്റെ കർത്താവ്. മധുര നാരങ്ങ പോലെ വിറ്റഴിഞ്ഞ ചങ്ങമ്പുഴയുടെ കൃതി ഏത്? രമണൻ. മധുര നാരങ്ങ പോലെ വിറ്റഴിഞ്ഞ ചങ്ങമ്പുഴയുടെ കൃതിയാണ് രമണൻ. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. ഇവിടെ ആരാണ് നീ? ദൈവം, പ്രപഞ്ച സൃഷ്ടാവ്, ഈശ്വരൻ എന്നൊക്കെ ഇതിന് ഉത്തരം കൊടുക്കാവുന്നതാണ്. വീണ പൂങ്കുലയതുപോലെ കിടന്നിരേഖയായി. ആരെക്കുറിച്ചാണ് ഈ വർണ്ണന? ലീലയെക്കുറിച്ചുള്ളതാണ് ഈ വർണ്ണന. എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ജ്ഞാനപ്പാനയിലെ വരികളാണിവ. സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? എസ്.കെ. പൊറ്റക്കാടിനെയാണ്. വാസനാ വികൃതി എന്ന ചെറുകഥയ്ക്ക് ചേർന്ന ഒരു വിശേഷണം ഏത്? ആദ്യത്തെ ഉത്തരാധുനിക കഥ, ആദ്യത്തെ പരിസ്ഥിതി കഥ, മലയാളത്തിലെ ആദ്യ നോവൽ, മലയാളത്തിലെ ആദ്യ ചെറുകഥ. മലയാളത്തിലെ ആദ്യ ചെറുകഥ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.